അമ്മേ ശരണം. ദേശം കുന്നുംപുറം ജൂൺ 10. ദേശം ശ്രീ പള്ളിപ്പാട്ടുകാവ് ദേവി ഭക്തരായിട്ടുള്ള 70ഓളം നാട്ടുകാർ ഇന്ന് ഒരു തീർത്ഥയാത്ര പോവുകയാണ്. ദേവീ കൃപയാൽ ശ്രീ വേണുഗോപാൽജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള കൃപ ട്രാവൽസാണ് തീർത്ഥയാത്രയുടെ ഓർഗനൈസേഴ്സ്. യാത്രാ വിവരണം നൽകുന്നത് ഞാൻ PS മോഹനൻ. ഈ ഗ്രൂപ്പിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഭാഗ്യശാലിയായ ഒരു ദേശം നിവാസി. രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ടായിരിക്കും വീഡിയോ. ഒന്നാം ഭാഗം കാളഹസ്തി. കാളഹസ്തി ടൗണിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങ് ദൂരെ ശിവപാർവതി വിഗ്രഹം മലയുടെ മുകളിൽ കാണാൻ സാധിക്കും. കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം. ക്ഷേത്രവും ചുറ്റുപാടും മുകളിൽ നിന്നെടുത്ത വീഡിയോ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഭക്തർ വഴിപാടിനും മറ്റും ടിക്കറ്റുകൾ എടുത്തു. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ക്ഷേത്രത്തിന് അകത്തുള്ള വീഡിയോ ഒന്നും കാണിക്കാൻ സാധിക്കില്ല. കാരണം ക്ഷേത്രത്തിനകത്ത് മൊബൈൽ അനുവദനീയമല്ല. അതുകൊണ്ട് വെളിയിലുള്ള കാഴ്ചകൾ മാത്രമാണ് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ദർശനത്തിന് ശേഷം ഭക്തർ വെളിയിലുള്ള കടകളിൽ നിന്നും പൂജാദ്രവ്യങ്ങളും മറ്റും വാങ്ങുന്നു. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് മലമുകളിൽ ശിവന്റെയും പാർവതിയുടെയും വലിയ പ്രതിമകൾ നേരത്തെ തന്നെ നാം കണ്ടല്ലോ. ആ മലമുകളിലേക്കുള്ള പടവുകൾ കയറുമ്പോഴുള്ള കാഴ്ചകളാണ് ഇനി നാം കാണുന്നത്.
സാമാന്യം നല്ല ഒരു കയറ്റമാണ് ഈ മലമുകളിലേക്ക്. ക്ഷേത്ര കവാടത്തിൽ നിന്നാൽ കാണാൻ പറ്റാത്ത മനോഹര ദൃശ്യങ്ങൾ ഈ മലമുകളിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാളഹസ്തി ദർശനത്തിന് ശേഷം സംതൃപ്തിയോടെ എല്ലാവരും ബസ്സിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്നു. ആന്ധ്രയിലെ അപാര ചൂട് അതെന്താണെന്നും ക്ഷേത്ര ദർശനത്തിന് ശേഷം വെളിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഈ വർഷത്തെ കൃപ ട്രാവൽസിൻ്റെ കൂടെയുള്ള തീർത്ഥയാത്രയുടെ അടുത്ത ഭാഗം ഉടനെ തന്നെ പത്മാവതി ക്ഷേത്രം.